പശ്ചിമേഷ്യൻ രാഷ്ട്രീയം എക്കാലത്തും ലോകശക്തികളുടെ പരീക്ഷണശാലയായിരുന്നു. എന്നാൽ സമീപകാലത്ത് ഇറാന്റെ ആണവ പദ്ധതിയുമായി ബന്ധപ്പെട്ട് അമേരിക്കയും ഇറാനും തമ്മിൽ രൂപപ്പെട്ടു വരുന്ന പുതിയ സംഭവ വികാസങ്ങൾ ലോകത്തെ വീണ്ടും ആശങ്കയുടെയും പ്രതീക്ഷയുടെയും മുനമ്പിൽ എത്തിച്ചിരിക്കുകയാണ്. ജനീവയിൽ നടന്ന ഉന്നതതല ചർച്ചകളിൽ ഉണ്ടായ പുരോഗതിയും അതേസമയം തന്നെ മേഖലയിൽ അമേരിക്ക നടത്തുന്ന വൻതോതിലുള്ള സൈനിക വിന്യാസവും വൈരുദ്ധ്യങ്ങൾ നിറഞ്ഞ ഒരു ചിത്രമാണ് നൽകുന്നത്. വർഷങ്ങളായി നിലനിൽക്കുന്ന അനിശ്ചിതത്വങ്ങൾക്കൊടുവിൽ സ്വിറ്റ്സർലൻഡിലെ ജനീവയിൽ വെച്ച് നടന്ന കൂടിക്കാഴ്ച ശുഭസൂചനകളാണ് നൽകുന്നത്. ഇറാൻ വിദേശകാര്യമന്ത്രി സെയ്ദ് അബ്ബാസ് അറഗ്ചി വ്യക്തമാക്കിയതനുസരിച്ച് ആണവ കരാറിനായി ഒരു മാർഗനിർദ്ദേശ തത്വങ്ങളിൽ ഇരുപക്ഷവും ധാരണയിൽ എത്തിയിട്ടുണ്ട്. കേവലം ഒരു വാക്കാലല്ല, ഉറപ്പല്ല, മറിച്ച് വരാനിരിക്കുന്ന ഒരു പുതിയ കരാറിന്റെ അടിത്തറയാണ്. ഈ ചർച്ചകളുടെ കാതൽ ഇതാണ്: ഇറാൻ തങ്ങളുടെ ആണവ പദ്ധതികളിൽ അന്താരാഷ്ട്ര തലത്തിൽ അംഗീകരിക്കപ്പെട്ട നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുക. അതിന് പകരമായി അമേരിക്കയും സഖ്യകക്ഷികളും ഇറാനുമേൽ ചുമത്തിയിട്ടുള്ള സാമ്പത്തിക ഉപരോധങ്ങൾ ഘട്ടം ഘട്ടമായി നീക്കം ചെയ്യുക. 2015 ചരിത്രപരമായ JCPOA കരാറിൽ നിന്ന് 2018 അമേരിക്ക ഏകപക്ഷീയമായി പിന്മാറിയതനുസരിച്ച് തകർന്നടിഞ്ഞ നയതന്ത്ര ബന്ധങ്ങൾ വീണ്ടെടുക്കാനുള്ള അവസാന ശ്രമമായാണ് ഇതിനെ നിരീക്ഷകർ കാണുന്നത്. മൂന്നാം റൗണ്ട് ചർച്ചകൾക്ക് മുൻപായി ഒരു കരട് കരാർ തയ്യാറാക്കാൻ ഇരു രാജ്യങ്ങളും സമ്മതിച്ചത് വലിയൊരു നയതന്ത്ര നേട്ടമായി വിലയിരുത്തപ്പെടുന്നു. ചർച്ചാമേശയ്ക്ക് മുകളിലായി സമാധാനത്തിന്റെ ഭാഷ സംസാരിക്കുമ്പോഴും പശ്ചിമേഷ്യൻ മണ്ണിലും കടലിലും അമേരിക്ക നടത്തുന്ന നീക്കങ്ങൾ ഒട്ടും സമാധാനപരമല്ല. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ ആധുനിക യുദ്ധവിമാനങ്ങളുടെ ഒരു വൻ ശേഖരം തന്നെ അമേരിക്ക ഈ മേഖലയിലേക്ക് നിയോഗിച്ചിരിക്കുകയാണ്.